ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ബോറടിച്ചിരിക്കുന്നത് കൊണ്ട് ചെയ്തതാണ്. ഇന്ന് നോമ്പ് ആറായല്ലോ അല്ലേ. അപ്പം നമ്മളിന്ന് വെള്ളപ്പവും ഗ്രീൻ പീസ് ടോസ്റ്റ് കണ്ടിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഈസി പാലപ്പം മിക്സാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സിയിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്കതിൽ പാകത്തിന് കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്കത് മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മൾ നല്ല സ്പേസുള്ള പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്, നമ്മുടെ മാവിനേക്കാളും സ്പേസുള്ള പാത്രത്തിൽ. കാരണം മാവ് കുറച്ച് കഴിഞ്ഞാൽ നല്ല അധികം പൊന്തി വരുന്നതാണ്. അത് കാരണം നമ്മൾ ചെറിയ പാത്രത്തിലൊന്നും വെക്കരുത് കേട്ടോ. അപ്പം നമ്മൾക്കത് അടച്ച് വെക്കാം. അതിന് ശേഷം അതൊരു മണിക്കൂർ ഇരിക്കണം. നമ്മൾ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും കൂടി തയ്യാറാക്കിയിട്ട് കുക്കറിൽ ഒരു 6 വിസിൽ വേണ്ടി വരും. പട്ടാണിയാണ്, വെള്ളപ്പട്ടാണി. രണ്ടും കൂടെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് അവിടെ വെച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാം. അതൊരു 6 വിസിലടിച്ചതിന് ശേഷം വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കത് റോസ്റ്റാക്കാനുള്ള സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ പാൻ എടുത്തു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ സവാള ഇതൊക്കെ വാട്ടിയെടുത്തിട്ടോ. ഇഞ്ചി പേസ്റ്റ് ഫസ്റ്റ് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം അതൊന്ന് പച്ചമണം പോയി വന്നതിന് ശേഷം എല്ലാതും ഇട്ടിട്ട് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ട് ആ പാകത്തിന് ഇട്ടു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് പാകമായി നന്നായി പാകമായതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ. നമ്മൾ ബജി രൂപത്തിലാണ് അതിൽ ഗ്രീൻ പീസും വെള്ളപ്പട്ടാണിയും നമ്മൾ ആക്കിയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഗ്രേവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വീട്ടിലേക്ക് മിക്സ് ചെയ്ത് അങ്ങനെ നന്നായി രണ്ടും കൂടെ. അപ്പോൾ നമ്മൾ വെള്ളപ്പട്ടാണിയും ഗ്രേവി റെഡിയായി. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പത്തിന് മാവ് റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം നന്നായി പൊന്തി വന്നു കണ്ടോ, നന്നായി പൊന്തി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. വെള്ളപ്പവും റെഡിയായി. ഇനി നമ്മളൊരു വെള്ളപ്പം ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ കൈ കൊണ്ടാണ് അതിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കാരണം വീഡിയോ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ റെഡിയാക്കി. നമ്മൾ ചെറുപഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ച് വെള്ളത്തിൽ റെഡി ചെയ്തിട്ട് അത് ജ്യൂസ് അടിച്ച് ചക്കരക്കൊക്കെ അരിഞ്ഞ് വെച്ചു, വെള്ളം കലക്കി, അതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വ്ളോഗ്. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, ബോറടിക്കുന്നതിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.